ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനാണ് സസ്പെൻഷൻ. വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, എന്തൊക്കെയാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്? തീർച്ചയായും ഇതിപ്പോൾ 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു നടപടി ബജ്രംഗ് പുനിയ നേരിടുന്നത്. ഈ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയില്ല എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടിരിക്കുന്നത്. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതി നാഡയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ മാർച്ച് 10-ന് സമാനമായി ബജ്രംഗ് പുനിയയിൽ നിന്ന് ഇത്തരത്തിൽ ഈ ഉത്തേജക മരുന്ന് പരിശോധനയുടെ ഭാഗമായുള്ള സാമ്പിളുകൾ എടുക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹം അതിനെ സമ്മതിച്ചിരുന്നില്ല. കാരണം ഈ ഉപയോഗശൂന്യമായ കിറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഈ പരിശോധനയ്ക്ക്. അതുകൊണ്ട് തന്നെ സാമ്പിൾ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പുനിയ സ്വീകരിച്ചിരുന്നത്. പിന്നീട് അതിൽ അന്വേഷണവും നടപടിയും ഒക്കെ എടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതിനിടയിൽ പിന്നീട് അത് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വിഷയം നാഡയുടെ അച്ചടക്ക സമിതി പരിഗണിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സാമ്പിൾ എടുക്കാൻ ബജ്രംഗ് പുനിയ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് വിസമ്മതിച്ചു എന്നുള്ളതാണ് പുനിയയ്ക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പുനിയയുടെ അഭിഭാഷകൻ പറയുന്നത് ഈ കിറ്റുകൾ, അതായത് ഈ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന കിറ്റുകൾ അത് ഉപയോഗശൂന്യമായ കിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ കിറ്റുകൾ ഉപയോഗിച്ചുള്ള പരിശോധന അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇക്കാര്യം കൃത്യമായി തന്നെ അറിയിക്കും, ഈ അച്ചടക്ക സമിതിയെ ബോധ്യപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് പുനിയ പറയുന്നത്. ഈ ജൂലൈ 11-ന് ഈ സംഭവം ഇതെന്തുകൊണ്ട് ഈ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്ന് നാഡ പുനിയയ്ക്ക് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ പറഞ്ഞ ആരോപണത്തിൽ, അതായത് ഉപയോഗശൂന്യമായ കിറ്റുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യം ഈ അച്ചടക്ക സമിതിയെ അറിയിക്കുമെന്നുള്ളതാണ് പുനിയയുടെ അഭിഭാഷകൻ പറയുന്നത്. നമുക്കറിയാം, ഈ നേരത്തെ മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബജ്രംഗ് പുനിയയ്ക്കെതിരായ ബ്രിജ്ഭൂഷൺ യാദവിനെതിരായ സമരത്തിൽ അതിന് നേതൃത്വം നൽകിയിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ബജ്രംഗ് പുനിയ. ആ സമരവുമായി ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഒരു ആൾ കൂടിയാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഈ നടപടിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ. ഏതായാലും സസ്പെൻഷൻ നടപടിക്കെതിരെ നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ പുനിയയുടെ തീരുമാനം.